ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത. ദൈവത്തിൻ്റെ ഒരു സ്വഭാവ ഗുണവും പരിശുദ്ധാത്മാവിൻ്റെ ഫലവുമായി തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുകയും അവിടുന്ന് സത്യേക ദൈവമാണെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും അനുസരിക്കുകയും ചെയ്യുന്ന വിശ്വാസി ഇതിലൂടെ പിതാവാം ദൈവത്തെയും സ്നേഹിക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പിതാവാം ദൈവം വിശ്വാസിക്ക് പകർന്നു തരുന്ന ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും ബലവും മൂലം മനുഷ്യരിലേക്ക് പ്രവഹിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വഭാവ ഗുണമാണ് വിശ്വസ്തത. ഇവിടെ ദൈവവും മനുഷ്യരും തമ്മിലും മനുഷ്യനും ദൈവവും തമ്മിലും മനുഷ്യർ തമ്മിലും ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് വിശ്വസ്തത. ദൈവത്തിൻ്റെ മൂല്യങ്ങളും സ്വഭാവ ഗുണങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരിലും അവർ തമ്മിലും പ്രതിബിംബിക്കുമ്പോൾ ഞാൻ ജാതികൾ കാണുക നിങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടുമെന്ന യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം 41 കൂടി ദൈവം വെളിപ്പെടുത്തിയ പ്രവചനം പുതിയ നിയമ ജനതയിലും നിവൃത്തിയാകും. പഴയ നിയമ ജനതയെ അവർ ആയിരുന്ന ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെടുവിച്ച് ചിതറിപ്പോയിരുന്ന രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കുമ്പോൾ യഹോവ അവരെ സൗരഭ്യവാസനയായി സ്വീകരിക്കും എന്നായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ അന്യദൈവ ആരാധന ഉപേക്ഷിച്ച് സത്യദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും കഴുകപ്പെട്ട് വിശ്വാസി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ജാതികൾ കാണുക ദൈവം അവരിൽ വിശുദ്ധീകരിക്കപ്പെടും. അതാണ് വിശുദ്ധിയുടെ പൂർണ്ണതയും നാം യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് വളരുക എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്. പുതിയ നിയമ വിശ്വാസിയെ കർത്താവ് നമ്മിലൂടെ വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യാത്മാവും തമ്മിൽ നിരന്തരം സമ്പർക്കത്തിലായിരിക്കുവാൻ നമ്മുടെ ഹൃദയ കവാടങ്ങളെ അവനായി തുറന്ന് നമുക്ക് കൊടുക്കാം. അവിടുന്ന് ജാതികൾ കാണുക നമ്മിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങനെ വിശുദ്ധരായി തീർന്ന് നമുക്ക് എന്നും അവനോടൊപ്പം വാസം ചെയ്യാം. നശ്വരമായി ലോകത്തിൻ്റെ വ്യർത്ഥതയെ വിട്ടൊഴിഞ്ഞ് മിസ്രൈമിൽ നിന്നും പറിച്ചെടുത്ത് മ്ലേച്ഛ ജാതികളുടെ ദേശമായിരുന്ന കനാനിൽ നട്ട മുന്തിരിവള്ളിയായ പഴയ നിയമ ജനതയെപ്പോലെ തോട്ടക്കാരനായ പിതാവിനാൽ നട്ട് പരിചരിക്കപ്പെട്ട് ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയുടെ ശാഖകളായി തീരുവാനും നാട്ടുമുന്തിരിങ്ങ ആയ നല്ല ഫലം, അതേ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളായ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും വചനഭാഗം നമ്മെ ഉപദേശിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം നമ്മിലും നിവൃത്തിയാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കൂടിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആമീൻ.